ഹായ്, ഞാൻ പിന്നെയും വന്നു. എന്തിനാന്നല്ലേ, ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആരും വലിയ മൈൻഡാക്കൂലെന്നൊന്നും. പക്ഷെ അങ്ങനെയല്ല, അത് ഉപകാരപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു, ഒന്നും അറിയാണ്ട് അവരിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കറിയുന്ന എന്തെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കാലോന്ന്. എന്തെന്ന് പറഞ്ഞു കൊടുക്കാന്നല്ലേ, ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ നിങ്ങളെല്ലാം കടെടുത്തതും അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളും. ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഓറ് പറഞ്ഞ പോലെ വടക്കോട്ട് നോക്കി, അല്ല വടക്കോട്ടല്ല, ദേശീയ അറിയാണ്ട് ഇന്ത്യൻ്റെ എല്ലാ ദിക്കിലേക്കും നോക്കിയിരുന്നാൽ മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന നാഷണൽ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എനിക്ക് പിന്നെ ഇതെടുന്നും കിട്ടാണ്ടിക്കുക. എന്നിട്ട് തന്നെ ഇവർ പരീക്ഷയെല്ലാം മര്യാദയ്ക്ക് നടത്തുന്നുണ്ടാ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം പറയേണ്ടി വരുന്നത്. പിന്നെ അങ്ങ് വടക്ക് ദേശത്തോട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഇന്ത്യക്കാന്ന്, അതിനെ കൊണ്ടു കിടക്കേണ്ട സുപ്രീം കോടതിയും നോക്കി നടത്തേണ്ട തലസ്ഥാനമെല്ലാം അങ്ങ് വടക്കായില്ലെന്ന്. അപ്പൊ പിന്നെ അങ്ങോട്ടല്ലാണ്ട് വേറെ എവിടെ നോക്കിക്കുക? പിന്നീട് എന്റെ നാട്ടില് ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയപ്പം അവരെങ്ങ് മാറ്റിയില്ലേ. അതിന്റെ പേരാണ് ജനാധിപത്യം. അതിപ്പൂടെ നടക്കുന്നുണ്ട്, എല്ലാ നാട്ടിലും നടക്കും വേണം. അപ്പൊ അത് നടക്കാത്ത ദിക്കിലേക്കാന്ന് എല്ലാരും നോക്കി നിൽക്കുക, അല്ലാണ്ട് അത് നടത്തിയെടുത്ത ദിക്കിലേക്ക് പിന്നെയും നോക്കി കുത്തിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ആ ജനാധിപത്യത്തിനും ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനയും എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാല് ഇത് തുടങ്ങിയത് ആ ഒരു റിപ്ലൈ കണ്ടിട്ടാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം തന്നത് വെറും ഒന്നോ രണ്ടോ ആൾക്കാരുടെ റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ട് ഇട്ടൊരു സാധനത്തിന് ഒരുപാട് ആൾക്കാർ കോംപ്ലിമെൻ്റ് ആയിട്ട് നല്ലതെന്തല്ലോ പറഞ്ഞപ്പം എനിക്ക് തോന്നി, ഞാൻ ആട പകുതിക്കിട്ട് നിർത്തുന്നത് അത്ര ശരിയല്ല, ബാക്കിയും കൂടി പറഞ്ഞു കൊടുക്കണം. ഈ പ്രൊട്ടസ്റ്റിൻ്റെ വാർത്തയിലെല്ലാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നതായിരിക്കും CJP, അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു സംഭവം. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ മുൻകൂട്ടി ഒരു കാര്യം പറയാം. എനിക്കിപ്പം നിലവിൽ ആ പാർട്ടിയോടോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോടോ പ്രത്യേകിച്ച് ചായ്വൊന്നും ഇല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ കുട്ടികളെയാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനെയാണ്. പക്ഷെ എന്നാലും എന്തായി CJP എന്ന് പറയണല്ലോ. ആ പേര് തന്നെ കണ്ടില്ലേ, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കൂറ, പാറ്റ എന്നൊക്കെ പറയുന്ന ആ സാധനമില്ലേ, അത്. അപ്പം അങ്ങനെ ഒരു സാധനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മിസ്മാച്ച് തോന്നില്ലേ? അതെന്ത് പേരാന്നിപ്പാ? അത്ര സിമ്പിളോ സില്ലി ആയിട്ടുള്ള ഇഷ്യൂ അല്ലാന്താനും. കാരണം എന്താണെന്നറിയോ, നമ്മളെ സുപ്രീം കോടതി, അതായത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന പരമോന്നത നീതിപതി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം നീറ്റ് സ്കാമിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്ത ഒരു കൂട്ടം ആൾക്കാരാ ഫേക്ക് ആക്ടിവിസ്റ്റുകളാ പറയാൻ വേണ്ടിയിട്ട് കോക്രോച്ച് അല്ലെങ്കിൽ പാരസൈറ്റുകളും ഇത് നമ്മളെ സിസ്റ്റത്തിൽ കടന്നു കയറിയ ശല്യമാണ് എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തു. അത് ചില കുട്ടികൾ ഓൺലൈനിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതൊരു ബാഡ്ജ് പോലെ എടുക്കാനും തുടങ്ങി. അതാണ് ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറിയത്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പം അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, പക്ഷെ കുട്ടികൾ അല്ലെങ്കിൽ ചില ഫേക്ക് ആക്ടിവിസ്റ്റുകളാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയായിരിക്കും, ശരിയായിരിക്കും, അവർ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. എന്നിരുന്നാലും സുപ്രീം കോടതി പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തത് ഒരു റെബല്യസ് മൂവ്മെൻറ്റിൻ്റെ ബാഡ്ജായിട്ട് എടുക്കാൻ ഒരു പറ്റം ആൾക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു മൂവ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അവരിപ്പം ചെയ്യുന്ന സമരം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളും സമരവും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാണ്ട് ആ ഗ്രൂപ്പിനെയോ കൃത്യമായിട്ട് അറിയാത്ത അതിൻ്റെ മറ്റു വശങ്ങളൊന്നും ഞാനിപ്പോൾ പോയി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു റീസൺ അതാണ്. ഏതായാലും നന്ദി. അത് CJPക്ക് മാത്രമല്ല, പ്രൊട്ടസ്റ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും, അതിലുപരി ഇങ്ങനൊരു സംഭവത്തിന് അറിഞ്ഞോ അറിയാത്തയോ തുടക്കം കുറിച്ച് നമ്മളെ സുപ്രീം കോടതിക്കും. ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട് കേട്ടോ, കേൾക്കണേ.